ഇന്നത്തെ വധശിക്ഷ, ഗ്രീഷ്മയ്ക്ക് കൊടുത്ത വധശിക്ഷ അത് കൂടിപ്പോയി തോന്നുന്നു. കൂടിപ്പോയെന്ന് തോന്നില്ല, പക്ഷെ ആൾക്കത് കിട്ടിയ ശേഷം ആള് എനിക്കിതൊന്നും അല്ല, ഞാൻ ഇതിനകത്ത് ഊരി വരും. അപ്പം ആളുടെ ആ ഒരു കോൺഫിഡൻസ് ആണ്. അപ്പം ഒന്നെങ്കിൽ ആൾക്ക് അടക്കിളി പോയിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു രീതി ഇടിപാടോ ലൈക്ക് മറ്റു അതോറിറ്റീസിൽ നിന്ന് ഇൻഫ്ലുവൻസ് കാണുമായിരിക്കും. എന്തൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇതൊരു വധശിക്ഷ കിട്ടിയിട്ടും എന്തുകൊണ്ട് ആൾക്കൊരു ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഒന്നുമില്ല. ലൈക്ക് ഒരു പ്രണയിച്ച ഒരാളെയാണ്, ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ കൊന്നു കഴിയപ്പം നമുക്കൊരു പോയിന്റ് കഴിയപ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് തകർന്നു പോകും, നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് അവരെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ആ ഒരു കാര്യം ഗ്രീഷ്മയ്ക്കില്ല. ഇത്രയും ആയിട്ടും ഒരു ഡിപ്രഷനിലോട്ട് പോകട്ടെ ആട്ടെ, അല്ലെങ്കിൽ പുള്ളിക്കാരുടെ ഇമോഷണലി പെയിൻ ആവട്ടെ, അങ്ങനത്തെ ഒരു കാര്യം വന്നതേ ഇല്ല. ഒരു വിധി ഒന്നും അല്ലെന്നാണ് പുള്ളിക്കാരുടെ ഫീലിംഗ് ഉണ്ടായത്. ആദ്യ വിധി കേട്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി, സീരിയസ്ലി എനിക്ക് സന്തോഷമുണ്ടായി. പക്ഷേ ആളുടെ റെസ്പോൺസ് ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇതായി. കാരണം ഈസിയായിട്ട് ഊരിപ്പോരും എന്നൊരു കോൺഫിഡൻസ് ഒരു 100%, 100 ഒരു 1000% കോൺഫിഡൻസ് ആക്കുന്നുണ്ട്. അത് എനിക്കൊരു അല്ലാതായി. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ റിലേഷൻഷിപ്പിനൊക്കെ ഒരു വാല്യൂ ആരും കൊടുക്കുന്നില്ലതായിട്ട് തോന്നുന്നു. ഒരിക്കലും ഇല്ല. അതൊക്കെ നമ്മുടെ പഴയ കാലത്താണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ കാലത്തെ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ സിറ്റുവേഷൻഷിപ്പ്, ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ്, കുറേ ഷിപ്പ് ഉണ്ടല്ലോ, അതേ ഉള്ളൂ. ആർക്കും ഒരു ജെനുവിനായിട്ട്, നമ്മളിപ്പോൾ ഒരാൾ ജെനുവിനായിട്ട് സ്നേഹിക്കണം, നമ്മളതിൽ നിന്ന് സ്നേഹം, അവരുടെ കെയറിങ്, അറ്റൻഷൻ നമ്മുടെ കൂടെ ഉണ്ടാവണം. സോ ലൈഫ് ലോങ് അവരുടെ കൂടെ നമ്മളും അവരുടെ കൂടെ ഒരു പാർട്ട്ണറായിട്ട് ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കും. അപ്പം അവരതിന് വേണ്ടിയിട്ടായിരിക്കത്തില്ല നമ്മളോട് നിൽക്കുന്നത്. അവർക്കൊരു സ്നേഹമോ കെയറിങ് അല്ല നമ്മുടെ അടുത്ത് നിന്ന് വേണ്ടത്, മറ്റ് പല കാര്യങ്ങളായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. സത്യം പറഞ്ഞാൽ പഴയ കാലത്തല്ലേ കുറച്ച് ഇപ്പം പറയും തള്ളവൈവെന്നൊക്കെ പറയായിരിക്കും, എങ്കിലും എനിക്ക് അതറിയാം. എങ്കിലും പഴയ കാലത്തൊക്കെ എത്ര ആത്മാർത്ഥമായിട്ട് പ്രണയം, മാരേജ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ആത്മാർത്ഥമായിട്ട് ആരെ സ്നേഹിക്കാൻ പറ്റും, ആരെ വിശ്വസിക്കാൻ പറ്റും? എനിക്കറിയത്തില്ല സത്യമായിട്ട്. നമുക്ക് ഒരു മനുഷ്യരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഫ്രണ്ടായിട്ടായാലും ലവറായിട്ടായാലും നമുക്ക് പറ്റത്തേ ഇല്ല. കാരണം അവർ തന്നിട്ടൊന്നൊരു ട്രോമയുണ്ട്, നമ്മുടെ ലൈഫ് ലോങ് അഫക്റ്റ് ചെയ്യും. നമുക്കത് നമ്മൾ റിക്കവറായി വരുമായിരിക്കും. റിക്കവറായി വരുമ്പോഴേക്കും അടുത്തൊരാൾ വന്നിട്ട് നമുക്ക് അവരെയും കൂടുതലും വിശ്വസിക്കുക. അവരും മറ്റു വ്യക്തിയിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. മറ്റു വ്യക്തികൾ നമ്മൾ കമ്പയർ ചെയ്യും, അവരിങ്ങനെയാണെന്നിട്ട് നിന്നത്, ഇവരിങ്ങനെയാണ് നിന്ന് നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഞാനെന്ന വ്യക്തി ഒരാളോട് പെട്ടെന്ന് ഇമോഷണലി അറ്റാച്ച്ഡ് ആവും. എൻ്റെ നെഗറ്റീവ് ക്യാരക്ടർ അത്. ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. ഞാൻ പെട്ടെന്ന് ആൾക്കാരെ വിശ്വസിക്കും, പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യും. ഒരിക്കലും നമ്മളൊരാളെ പെട്ടെന്ന്, ഞാൻ പറയുന്ന ആൾക്കാർ പറയുന്ന വാക്കുകൾ പെട്ടെന്ന് വിശ്വസിക്കും. അവരെന്താണെന്നോ പറയുന്നത്, ഇത് സത്യമാണ്, അത് മറിച്ചൊന്നും ചിന്തിക്കത്തില്ല. അത് കള്ളമെന്നോ അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഹൈഡ് ചെയ്തിട്ടാന്നോ ഒന്നും ചിന്തിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പം എൻ്റെ ഒരു ഇതിൽ ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിക്കാൻ നമ്മൾ മഷി ഇട്ട് നോക്കിയാലും കിട്ടത്തില്ല, ഒന്നിനും കിട്ടത്തില്ല.